കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുക തൻ്റെ സഹോദരിയായ സെലിന് വിശുദ്ധ കൊച്ചു ത്രേസ്യ എഴുതിയ ഒരു കത്തിൻ്റെ ഭാഗമാണ്. അവൾ ഇപ്രകാരമാണ് പറയുക: ആത്മാക്കളെ നമുക്ക് നേടാം. ആത്മാക്കൾ ഹിമപടലം പോലെ അവർ നശിക്കുകയാണ്. യേശു വിലപിക്കുകയും ചെയ്യുന്നു. നാമോ നമ്മുടെ പ്രതിശ്രുത വരനെ ആശ്വസിപ്പിക്കാതെ നമ്മുടെ ദുഃഖങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. ഓ എൻ്റെ സെലിൻ, ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട പുണ്യവതി, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ദാഹമാണല്ലോ നീ നിൻ്റെ സഹോദരിയായ സെലിനോട് പറഞ്ഞു വയ്ക്കുക. ആത്മാക്കൾ ഹിമകണം പോലെ നഷ്ടപ്പെട്ടു പോയാണ്. നമ്മൾ നമ്മുടെ ദുഃഖത്തെ ഓർത്ത് പരിതപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയാണല്ലോ നീ സഹോദരിക്ക് ഉപദേശിച്ചു കൊടുക്കുക. എന്നിട്ട് നീ ആഹ്വാനം ചെയ്യുന്നു, ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. നിന്നെപ്പോലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, അങ്ങനെ യേശുവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു ദാഹം നീ ഞങ്ങൾക്കും വാങ്ങിത്തരണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ലവനായ ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.